നിങ്ങളെന്താ ഇവിടെ? നിനക്കിവരെ അറിയോ? ഇതാണ് ഇവള് എനിക്കെതിരെ വെച്ചിരിക്കുന്ന വക്കീൽ അരുന്ധതി. ഓ, അതാണല്ലേ നിയമവും വകുപ്പും ഒക്കെ പറഞ്ഞ് അകത്ത് കയറിയത്. ഇവരോട് ഞാൻ എത്ര തവണ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതെന്നറിയോ? ഉടുമ്പ് പിടിച്ചോലെ കടിച്ചു നോക്കി കിടക്കുക. അമ്മ പറഞ്ഞ കേട്ടില്ലേ? അല്ല, ഈ നാരായണ വക്കീൽ എന്താ ഇവിടെ? എന്റെ വീട്ടിൽ എന്നെ കാണാൻ പലരും വരും. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? വക്കീല് നിങ്ങളുടെ ഗസ്റ്റ് ആണെങ്കിലേ മാഡവും ചേച്ചി എന്റെ ഗസ്റ്റ് ആണ്. നീ തന്നെ ഇവിടെ അധികപ്പറ്റാണ്. അപ്പാണ് അവളുടെ ഒരു ഗസ്റ്റ്. ഇവരെന്റെ ഗസ്റ്റാണ്. നിന്റെ ഗസ്റ്റാ? അതിന് നിനക്ക് ഇവരറിയോ? ഈ നിൽക്കുന്ന ചേട്ടൻ്റെ ഗസ്റ്റ് അല്ലേ? അതുപോലെ മാഡം എൻ്റെ ഗസ്റ്റാ. മാഡം വന്നിട്ട് കുറേ നേരമായാ? നമുക്ക് വേണമെങ്കിൽ റൂമിൽ നിന്ന് സംസാരിക്കാം. അഞ്ചു, നീ മാഡത്തിന് കുടിക്കാനൊന്നും കൊടുത്തില്ലേ? ഇവനെങ്ങനാ അമ്മ ഇങ്ങനെ ആയി പോയത്? എനിക്ക് കേസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. അയ്യോ, വക്കീലിനോടല്ല, ആവണിയോടാ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പോണമായിരിക്കും. അതിനെ എടുത്തു പറയണോ? പറയണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഒന്ന് പോയി തരൂ. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ഭാഗ്യല്ലേ? ആക്ച്വലി ഇവിടെ എന്താ നടക്കണേന്ന് മനസ്സിലായില്ല. ഏട്ടത്തിൻ്റെ ഗസ്റ്റാണെന്ന് മാത്രമേ കേട്ടത്. പിന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അതാ പിന്നെ ഞാൻ എൻ്റെ ഗസ്റ്റാന്ന് പറഞ്ഞു. പ്രകാശനല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഇവിടെ കരുണയുള്ള ചുരുക്കം ചിലരില് പ്രകാശ് എന്ന പേര് കേട്ടിരുന്നു. ഞാൻ അരുന്ധതി, ആവണിയുടെ അഡ്വക്കേറ്റ് ആണ്. നിങ്ങൾക്ക് കേസിൻ്റെ കാര്യം എന്തോ ഡിസ്കസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ താഴത്തേക്ക് വെക്കണോ? അയ്യോ പ്രകാശൻ, ഞാൻ അത് ചുമ്മാ പറഞ്ഞതാ. അവൻ ഇത്രയും പറയുമ്പോൾ നമുക്ക് തിരിച്ച് കുറച്ച് ഡോസുകൾ കൊടുക്കണ്ടേ? അത്രേ ഉള്ളൂ. അതെന്തായാലും നന്നായി. ചേച്ചി എന്തേലും കാര്യം ഉണ്ടായിട്ട് വന്നാണോ അതോ? ഏയ്, ചുമ്മാ വന്നതാ. മാള് എവിടെ? ഓ, സീക്രട്ട്. നടക്കട്ടെ. നീ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. ഞങ്ങൾക്ക് പ്രകാശിനോടൊന്ന് സംസാരിക്കണം. ശരി എന്നാ. ശരി മാഡം. എന്താ പറയാനുള്ളത്? ഈ ബർത്ത്ഡേ പ്ലാനിങ് ഒക്കെ എങ്ങനെയാ? അതെന്തായാലും പ്ലാൻ ചെയ്യണം. എന്നാ വാ, പ്ലാൻ ചെയ്യാം. താപ്പാനെയാണ്, സൂക്ഷിക്കണം. നിങ്ങളൊക്കെ ആവണിയോടുള്ള സമീപനം എങ്ങനെയാണെന്ന് നേരിട്ട് കണ്ടറിയാൻ വന്നതാ. എന്നിട്ടത് കോടതി കൊണ്ടുപോയി നമുക്കെതിരായിട്ടുള്ള തെളിവായി ഉപയോഗിക്കും. നിങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? എന്തൊക്കെയോ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇനി പറഞ്ഞതൊക്കെ പോട്ടെ. തൽക്കാലം ഇനി അവരുടെ പോകാതിരിക്കാൻ നല്ലത്. റിസ്കാ. ശരി ശരി, എല്ലാം വക്കീല് പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ. എനിക്ക് ഈ മാരണങ്ങൾ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നൊന്ന് ഇറക്കി തരണം. എനിക്കത്രേ ഉള്ളൂ. അത് പോകും. ആവണിയെ മോഹന്റെ കാൽച്ചൂട്ടി കൊണ്ടുതരും. അതെന്റെ വാക്കാ.